നമസ്കാരം. ജനാധിപത്യ രാജ്യത്തിൽ ഒരു ജനപ്രതിയാകുക എന്നുള്ളത് ഏതൊരു ജനങ്ങൾക്കും ജനാധിപത്യ രാജ്യത്തിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്, വളരെ അർഹതപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും UDFിൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഇലക്ഷന് നേരിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ 2 പ്രാവശ്യം നിയമസഭാ സീറ്റിൽ മത്സരിക്കുകയും 1 പ്രാവശ്യം ലോകസഭാ സീറ്റിൽ മത്സരിക്കുകയും അവിടെ പരാജയം അനുഭവപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ. കേരള രാഷ്ട്രീയത്തിൽ അറിയാവുന്ന വനിതാ നേതാക്കളിൽ പ്രമുഖയായ ഒരു വനിതാ നേതാവാണ്. ഓരോ വർഷവും പരാജയപ്പെടുമ്പോൾ നമുക്കറിയാം, ജനപ്രതിനിധിയാകാനും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്കൊരു സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്തരം അർഹതപ്പെട്ടവർക്കാണ് അത് കിട്ടുന്നതും. അത്തരം കിട്ടുമ്പോൾ തന്നെ പരാജയം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ അതെല്ലാം തരണം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ കൊല്ലം ജില്ലയിലെ കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വരികയും ഈ നിയമസഭാ സീറ്റിൽ മത്സരിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്തു. വിജയം കൈവരിച്ചതിന് ഞങ്ങളുടെ മലയാളി വാർത്തയുടെ ഒരു അഭിനന്ദനം അർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ വിജയം വന്നിരിക്കുകയാണ്. ഒരുപാട് ജില്ലാ പ്രസിഡൻ്റായിട്ടുണ്ട്, അദ്ദേഹം ഇതിൻ്റെ ഈ കോൺഗ്രസിൻ്റെ തന്നെ വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുണ്ട്. അങ്ങനെ നിരവധി ചുമതലകൾ കോൺഗ്രസ് പാർട്ടിയിൽ വഹിക്കുകയും അതിനുവേണ്ടി നിരന്തരം അശ്രദ്ധമായിട്ടുള്ള പരിശ്രമം നടത്തുകയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ മത്സരിച്ച് വിജയം കൈവരിച്ച് ഒരു നിയുക്ത MLA എന്ന് തന്നെ പറയാം, MLA ആയിരിക്കുകയാണ്, സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് ജയിച്ച് വന്നതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? ഏറെ അഭിമാനവും അതിലേറെ സന്തോഷവുമാണ് കൊല്ലത്തെ പ്രിയപ്പെട്ടവർ എന്നെ അനുഗ്രഹിച്ചതിൽ. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതു ദുർഭരണത്തിനെതിരെ അതിശക്തമായ ജനവികാരം കേരളത്തിൽ എല്ലായിടത്തും എന്നതുപോലെ കൊല്ലത്തും ഉണ്ടായിരുന്നു. കൊല്ലത്തിൻ്റെ സവിശേഷമായ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് 10 വർഷക്കാലം ഇവിടുന്ന് MLA ആയ ആൾ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനോ തയ്യാറാകാതെ ഇരുന്നതിൻ്റെ, അതായത് MLA സജീവമല്ലാതിരുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2011 മത്സരിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് LDF 25,000-ഓളം വോട്ടിന് 24,000 ശേഷം വോട്ടിന് വിജയിച്ച ഒരു സീറ്റാണ് എനിക്ക് മത്സരിക്കാൻ തന്നത്. അവിടെ പരാജയപ്പെട്ടു. 30 വർഷക്കാലം LDF പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ് പിന്നീട് തന്നത്. അതിനുശേഷം 17,611 വോട്ടിന് UDF തോറ്റ മണ്ഡലം കൊല്ലത്താണ് മത്സരിക്കാൻ അവസരം തന്നത്. അവിടെ കേവലം 2072 വോട്ടുകൾക്ക് പരാജയപ്പെട്ടതിന് ശേഷം മുഴുവൻ സമയവും ഇവിടുത്തെ ജനങ്ങളോടൊപ്പം അവരുടെ സുഖദുഃഖങ്ങളിലും നാടിൻ്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി അവർ എന്നെ ഒരു കുടുംബാംഗത്തെ പോലെ കൊല്ലംകാർ കാണുകയുണ്ടായി. അതുകൊണ്ടാണ് 16,830 വോട്ടിൻ്റെ വിജയത്തിലേക്ക് എത്തുവാൻ ഒരവസരം ഞങ്ങൾക്ക് തന്നത്. തീർച്ചയായും ഈ വിജയത്തെ വിനയാന്വിതയായി ഞാൻ ഏറ്റെടുക്കുകയാണ്. ഉത്തരവാദിത്വങ്ങൾ ഏറെയാണ്. കൊല്ലം നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, UDFിൽ എന്നിൽ അർപ്പിച്ച വിശ്വാസം അണുവിട തെറ്റാതെ കാത്തു സൂക്ഷിച്ച് നാടിൻ്റെ വികസന കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയും നാട്ടാരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായി പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊല്ലക്കാരോടൊപ്പം എപ്പോഴും ഉണ്ടാകും. നമ്മളിപ്പോൾ ഭരണം ഇതുവരെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ള ഏത് നിമിഷവും പ്രഖ്യാപിക്കുന്നതാണ്. അത്തരം ഈ ഒരു കാലതാമസത്തിനെ കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടോ? അത് ആശങ്കയില്ല. പാർട്ടി നേതൃത്വം എടുക്കുന്ന ഏത് തീരുമാനത്തെയും സ്വാഗതം ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ MLA-മാരെല്ലാവരും KPCC ഓഫീസിലേക്ക് ചെല്ലുന്ന ഒരു അവസരമുണ്ടായി. അങ്ങയുടെ ഒരു മുതിർന്ന ഒരു പ്രവർത്തകനെ ആശ്ലേഷിക്കുന്ന അതൊരു സമൂഹ മാധ്യമങ്ങളൊക്കെ എന്തോ ഒരു കുറ്റകരമായ വ്യവസ്ഥയിൽ പോയി. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാൻ, എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് അനുചിതമായൊരു പ്രവൃത്തി കണ്ടാൽ അപ്പോൾ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. ഞാനത് ചെയ്തു. അതിനപ്പുറമൊന്നും പറയാനില്ല. അതേപോലെ തന്നെ ഇപ്പോഴത്തെ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയും ദേശീയ തലത്തിലൊക്കെ വനിതകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം, മുൻനിരയിൽ എത്തണമെന്നൊക്കെ വളരെ മുൻകാലങ്ങളില്ലാത്ത കണക്ക് മുന്നോട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ MLA വരുന്ന കൂട്ടത്തിൽ മുൻ പരിചയം ഒരു മുതിർന്ന കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് നിലയിൽ പല കാര്യങ്ങളും പ്രവർത്തിച്ച നിലയിൽ ഒരു മന്ത്രിസഭയിൽ അംഗമാകാനൊക്കെ ഒരു അവസരം കിട്ടിയാൽ അത് സ്വീകരിക്കുമോ? അതോ ഈ കൊല്ലം മണ്ഡലത്തിൽ MLA എന്നുള്ള രീതിയിൽ ആ ഭാഗത്ത് ചുറ്റിക്കൂടി തന്നെ ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് മാത്രം ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുമോ? അതോ പാർട്ടി തരുന്ന ഉത്തരവാദിത്വം സ്വീകരിക്കാനൊക്കെ തയ്യാറാകുമോ? ഞാനടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ അതത് കാലഘട്ടങ്ങളിൽ ഓരോ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു തരുന്നത് പാർട്ടിയാണ്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നത്. ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എല്ലാം പറയേണ്ടുന്നത് പാർട്ടിയാണ്. പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നുവോ അതനുസരിച്ച് മുന്നോട്ട് പോകും. എന്തായാലും ഇവിടെ കൊല്ലത്ത് ടൂറിസ്റ്റ് മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞെങ്കിലും ഈ കേരളം വിട്ട് പുറത്തു പോകാത്തവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഈ വിദേശ രാജ്യങ്ങളിലും മറ്റുള്ളവരിലും പോകുമ്പോഴാണ് നമുക്ക് ഈ എന്താണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് മനസ്സിലാകുന്നത്.
കായലുകളും അതേപോലെ കടലുകളും അതിന് മരങ്ങളും അതിനൊക്കെ നമുക്കുള്ള ഈ കാലാവസ്ഥ തന്നെ അങ്ങനെ ഒരുപാട് ടൂറിസത്തിന് വളരെയേറെ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് കൊല്ലം. അപ്പോൾ MLA ആകുന്നതോടുകൂടി ആ ടൂറിസ്റ്റ് നമ്മുടെ അഷ്ടമുടി കായൽ ഒക്കെ വന്ന് നിൽക്കുന്ന ഈ കൊല്ലത്ത് അതിനൊക്കെ മത്സ്യവിഭവങ്ങൾ എന്തെല്ലാം കൊണ്ട് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത ദേശിങ്ങനാടിൻ്റെ ഈ സ്ഥലത്ത് ഈ MLA ആയിരുന്നാൽ പോലും അല്ലെങ്കിൽ മന്ത്രി ആയിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും അതിന് പ്രാമുഖ്യം കാണിച്ച് നമ്മുടെ ഈ നാട്ടിലെ കൊല്ലം ജനങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടോ, എന്തെങ്കിലും ഐഡിയാസ് ഇപ്പോഴേ മനസ്സിൽ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ടോ? ഒരു കൊല്ലംകാരി എന്ന നിലയിൽ, കൊല്ലം ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ, കൊല്ലത്ത് ഇപ്പോൾ സ്ഥിരതാമസമാക്കിയ ഒരാളെന്ന നിലയിൽ ഈ കൊല്ലത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരുപാട് അനുഗ്രഹങ്ങളുള്ള നാടാണ് നമ്മുടെ കൊല്ലം. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ, നാടിന് അഭിമാനമായ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി മുന്നിലുണ്ട്. ഗവൺമെൻറ് രൂപീകരണത്തിന് ശേഷം അത്തരം കാര്യങ്ങൾ സജീവമായ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒപ്പം ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാകും. തീർച്ചയായും മുൻകാലങ്ങളിൽ കൊല്ലം ജില്ലയുടെ DCC പ്രസിഡന്റായും കൊല്ലത്തുകാരോട് വളരെ വർഷക്കാലം ഈ പ്രദേശവാസികളും കൊല്ലത്തെ നിവാസികൾക്കും വേണ്ടി അഹോരാത്രം ഏത് സമയത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ബിന്ദു കൃഷ്ണ ഇപ്പോൾ മത്സരിച്ച് ഒരു ജനപ്രതിയായിരിക്കുകയാണ്. ഇനി വരുന്ന 5 കൊല്ലക്കാലം എന്തായാലും MLA ആണ്. മന്ത്രിയായാലും MLA ആയാലും ഒരു ജനപ്രതി എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിലും തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നാണ് ശ്രീ ബിന്ദു കൃഷ്ണ നമ്മളോട് പറഞ്ഞ്. എന്തായാലും ഉടനെ തന്നെ മന്ത്രിസഭാ രൂപീകരണം ഉണ്ടാവും, മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാവും. കൊല്ലത്തിന് ഒരു അനുഗ്രഹമായിട്ട് കൊല്ലം നിവാസികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബിന്ദു കൃഷ്ണ ഒരു മന്ത്രിയായിട്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു സേവനം അനുഷ്ഠിക്കാൻ ഒരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പറയുന്നു. മലയാളി വാർത്ത, രാംഭദ്രൻ.